അന്യ ആർമീസ്. അപ്പൊ ഇന്ന് ജങ്കുക്ക് വിവേഴ്സിൽ ലൈവ് വന്നിരുന്നു. ഇനി ഈ ലൈവ് വന്നിരുന്നു എന്ന് പറയുകയാണെങ്കിൽ ഒരു ലൈവ് അല്ല 3 ലൈവായിട്ടാണ് ജങ്കുക്ക് ലൈവ് വന്നിരുന്നത്. ഇനി ഈ 3 ലൈവും അടുപ്പിച്ചടുപ്പിച്ചാണ് വന്നത്. അതൊക്കെ ഏകദേശം 1.5 മണിക്കൂർ 1 മണിക്കൂർ ഒക്കെ നീണ്ടുന്ന ലൈവുകളായിരുന്നു കേട്ടോ. പിന്നെ ലൈവിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ലൈവ് മൊത്തം ജെക്കെന്റെ അർമാദം, ഉത്സാഹം, ഉന്മേഷം ഒക്കെ നമുക്ക് കാണാം. ഇനി ജങ്കുക്കിന്റെ ഇന്നത്തെ ലൈവ് വളരെ ഷോർട്ട് ആക്കിയിട്ടൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഇന്ന് ജങ്കുക്കിന്റെ ലൈവിൽ ജങ്കുക്ക് ഈ ഡാൻസ് ചലഞ്ചസ് ഒക്കെ ചെയ്ത് എന്റെ കുറച്ച് ഡ്രാഫ്റ്റ് ഒക്കെ കാണിച്ചു തന്നിരുന്നു. പിന്നെ വിത്തൗട്ട് ബനിയൻ ഷർട്ട് ഇങ്ങനെ ഓപ്പൺ ആക്കി ഇട്ട് വന്നതുകൊണ്ട് തന്നെ ജങ്കുക്കിന്റെ ചെസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ആർമീസിന് കാണിച്ചു തന്നിരുന്നു. പിന്നെ ജങ്കുക്കിന് ഹെയർ ഡൈ ചെയ്യാൻ ഇഷ്ടമല്ല, മാരി ചെയ്യാൻ പ്ലാനിങ് ഇല്ല, അതേപോലെ തന്നെ സോളോ ആൽബം റിലീസ് ചെയ്യാൻ ഒന്നും കൂടി താല്പര്യമുണ്ട്. എന്നാൽ ഈ ഒരു ഫ്ലോക്ക് അങ്ങനെ പോവുകയാണ്. പിന്നെ ജങ്കുക്ക് ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ലെസൺസ് എടുക്കുന്നുണ്ട്. അതിന്റെ നോട്ട്സ് ഒക്കെ ആർമീസിന് കാണിച്ചു തന്നിരുന്നു. പിന്നെ ആർമീസ് ജങ്കുക്കിനോട് വല്ലാതെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ആർമീസിനോട് കൊറിയൻ പഠിക്കാൻ പറഞ്ഞിരുന്നു. പിന്നെ തന്റെ ഇഷ്ടപ്പെട്ട അനിമേനെ കുറിച്ച് സംസാരിച്ചു. തനിക്ക് സ്പൈഡർമാൻ ഇഷ്ടമാണ്, സ്പൈഡർമാനോടുള്ള ഇഷ്ടത്തിനെ കുറിച്ച് സംസാരിച്ചു. പിന്നെ ഒരു വൈറൽ സോങ് പാടാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം, അതേപോലെ തന്നെ ഇൻടു ദി സണ്ണിന്റെ പിയാനോ വെർഷൻ പാടി. പിന്നെ ജസ്റ്റിൻ ബീബറിനോടുള്ള ഇഷ്ടത്തിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ വേറെയും കുറെ പാട്ടുകൾ പാടി, ഡാൻസ് ചെയ്തു. അതേപോലെ തന്നെ തന്റെ ഡ്രസ്സൊക്കെ വെക്കുന്ന ക്ലോസറ്റ് ഉണ്ടാവുമല്ലോ, അതിന്റെ ഉള്ളിൽ ഒരു മിനിറ്റോളം നിന്നു. ബിയർ ബോട്ടിൽ തന്റെ ഐഫോണും കൊണ്ട് ഓപ്പൺ ചെയ്തു. പിന്നെ തന്റെ ഐഫോൺ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഇട്ടു. പിന്നെ തനിക്ക് കുളിക്കാൻ മടിയാണെന്നുള്ള കാര്യം പറഞ്ഞു. അതുകൊണ്ട് തന്നെ കുറച്ചുനേരം ബിയർ കുടിച്ചിട്ടും അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ചിട്ടും ഒക്കെ നിന്നു. പിന്നെ തനിക്ക് ബ്രാൻഡ് ഇവന്റ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ മടിയാണെന്നുള്ള കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു Q&A ആയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞൊക്കെയാണ് ആള് പോയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഒക്കെ സംഭവങ്ങൾ ഈ ഒരു ലൈവിൽ നടന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല വേറെയും കുറെയൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടെ ഞാൻ ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമൊന്നുമില്ല. എന്നാലും ഞാൻ കുറച്ചൊക്കെ ഇതിന്ന് ലൈവ് എക്സ്പ്ലെയിൻ ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. ഏറെക്കുറെ പറഞ്ഞു വരുമ്പോൾ ഒരു 4 മണിക്കൂറോളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ലൈവ് ടോട്ടലായിട്ട്. അപ്പം അങ്ങനെ ആകുമ്പോൾ അത് ടോട്ടലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വെച്ചാൽ പോസിബിൾ അല്ലല്ലോ. അതുകൊണ്ടാണ് ഞാനത് ഹോളായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് സമ്മതിച്ച് തന്നത്. ഇനി ഞാനിത് ജസ്റ്റ് കുറച്ച് അതിന്റെ ഭാഗങ്ങൾ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാട്ടോ. അപ്പൊ ജങ്കുക്ക് ഫസ്റ്റത്തെ ലൈവ് തുടങ്ങണ തന്നെ താൻ ഇതുവരെയും കുളിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ്. അതായത് കോൺസെർട്ട് വന്ന് കഴിഞ്ഞിട്ട് കുളിച്ചിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ്. പിന്നെ അവിടുത്തെ ലൈറ്റനിങ് സെറ്റപ്പ് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ മാറ്റാനൊക്കെ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാ ആർമീസിനും വേണ്ടിയിട്ട് പല ലാംഗ്വേജിലും ഹലോ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് ഫോണിലൊക്കെ നോക്കിയിട്ടാണ് പറയുന്നത്. അതുപോലെ ജങ്കുക്ക് ആ മദ്രിദിലെ പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന കോൺസെർട്ട് നല്ല അടിപൊളിയായിരുന്നു, ആർമീസ് ഒക്കെ നല്ല സെറ്റായിരുന്നു എന്നുള്ള കാര്യത്തിൽ. എന്താണെന്ന് വെച്ചാൽ സാധാരണ ജങ്കുക്കിന് ഈ ചൂട് പറ്റില്ല, ഹീറ്റ് ആകുമ്പോൾ ആള് കുറച്ച് സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടാണ് ആൾക്ക്. ഈ ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരും. ഇതേപോലെ തന്നെ ഒരു പ്രാവശ്യം ഇങ്ങനെ ഈ ചൂടും ഓവർ ഇതുമായിട്ട് ജില്ലയിലെ ഒരു പെർഫോമൻസിന്റെ ആ ഒരു ഇടയ്ക്ക് ഇതേപോലെ ബോധം കെട്ട് വീണ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ താൻ ആ ഒരു എനർജി ഒക്കെ കുറച്ചിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ആർമീസിന്റെ ആ ഒരു ഇതും കൊണ്ട് തന്നെ ഞാൻ നന്നായി ചെയ്തു, എനിക്ക് ആ ഒരു ഇതേ ഫീൽ ചെയ്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ താൻ ഇത് കഴിഞ്ഞിട്ട് റൂമിൽ വന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഒരു ബിയർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ബിയർ കാണിക്കുന്നുണ്ട്, അവിടുത്തെ ബിയറാണെന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ താൻ ഈ ഒരു അതിന് മുമ്പ് ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ആ ഒരു ഡാൻസിന്റെ സംഭവം കുറേ ടേക്ക് എടുത്തിട്ടുണ്ട്. 50ഓളം ടേക്ക് താൻ എടുത്തിട്ടുണ്ടാവും എന്നുള്ളത് ടോട്ടൽ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ കുറേ ടേക്ക് എടുത്തത് ഫോണിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിൽ എന്നിട്ട് ഒരു ടേക്ക് എടുത്തിട്ട് ആർമീസിന് വേണ്ടി കാണിച്ചു തരുന്നുണ്ട്. എന്നിട്ട് കുറേ ചിരിക്കുന്നുണ്ട് ആള്. പിന്നെ അതേപോലെ തന്നെ ജങ്കുക്ക് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ എല്ലാവരോടും ദേഷ്യപ്പെടാറില്ല, അതായത് ഞാൻ എന്നോട് മാത്രമാണ് അധികം ദേഷ്യപ്പെടാറുള്ളത് എന്ന് കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷൂട്ട് എടുക്കുമ്പോഴൊക്കെ തനിക്ക് ഇതെന്താ ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞിട്ട് തന്നോട് മാത്രമാണ് ദേഷ്യപ്പെട്ടെന്നുള്ള ഒരു സംഭവം പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്തിലും വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗാർഡനിൽ നിൽക്കുന്ന ജെക്കെ എന്നുള്ള ഒരു സെറ്റപ്പിലായിരുന്നു കേട്ടോ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്ത് അങ്ങനെ തന്നെ ജങ്കുക്ക് താൻ ഇപ്പോഴത്തെ കുറേ ട്രെൻഡ്സും കാര്യങ്ങളും ചലഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹോട്ടലിൽ വന്ന് താൻ അങ്ങനെ പുറത്തേക്കും കാര്യങ്ങളൊന്നും പോരില്ല. അപ്പോൾ ആ ടൈമിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്യാറാണെന്നുള്ളത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അതിന് മുന്നേ ഹോബി ആയിട്ട് ഇട്ട ടിക്ടോക്ക് ചലഞ്ചിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് റീഷൂട്ട് എടുക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഹോബിയേട്ടനോട് പറഞ്ഞില്ല, ഹോബിയേട്ടൻ്റെ കാലിൻ്റെ എവിടെയും ചെറിയതുള്ള അല്ലെ അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞില്ല എന്നുള്ളത് പറഞ്ഞു. അതേപോലെ തന്നെ താൻ ഇപ്പോഴത്തെ ഈ ഒരു കറണ്ട് ഇതിനനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെ തന്നെ പോകണം എന്നുള്ള താല്പര്യം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതേപോലെ ആ ഒരു ടിക്ടോക്ക് ചലഞ്ച് ചെയ്തതിനെ കുറിച്ച് ഹോബിയേട്ടന് ആ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഭയങ്കര ഈസിയാണ്, ആള് അടിപൊളിയാണ്, സെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള സംഭവം പറയുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കണ്ട കുറെ അനിമേസ് സീരീസ് സംഭവങ്ങളൊക്കെ ആർമീസിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് റെക്കമെൻഡ് നല്ല ആൾ പറയുന്നുണ്ട്, ഞാൻ ഇപ്പോഴത്തെ കണ്ട് ഇതൊക്കെയാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വിവേഴ്സിന്റെ ഫിൽറ്ററിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫിൽറ്റർ കുറേ ഉണ്ടെങ്കിലും ഡീഫോൾട്ട് ആണ് രസം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മാരിമി എന്നുള്ള കമന്റ്സ് അതിൽ കാണുമ്പോൾ ഒരുപാട് കമന്റ്സ് കാണുമല്ലോ. അപ്പോൾ ആ ഒരു കമന്റ് കാണുമ്പോൾ ഞങ്ങൾക്ക് പറയുന്നുണ്ട്, എന്നോട് മാരിമി എന്ന് പറയല്ലേ, എനിക്കിപ്പോൾ മാരേജ് ചെയ്യാൻ ഒരു പ്ലാനിങ്ങും ഇല്ല, വേണമെങ്കിൽ യുങ്കേട്ടനോട് പോയി പറഞ്ഞു, യുങ്കേട്ടൻ വേണമെങ്കിൽ മാരേജ് ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതിന്റെ ഇടയിൽ 6-7 ആ ഒരു ട്രെൻഡിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ വേറൊരു ആർമി ഒരു യുങ്കി മാരിമി പറയാം ജങ്കുക്ക് പറയണ്ടല്ലോ, ജങ്കുക്ക് വെറുതെ പറഞ്ഞാണ്. അപ്പത്തേക്ക് ഒരു ആർമി യുങ്കിക്ക് മാരി ചെയ്യാൻ പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോന്ന്. അപ്പൊ ജങ്കുക്ക് ചിരിച്ചു, എന്നോട് ഇതുവരെ യുങ്കേട്ട് അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ തന്റെ ഫോണിന്റെ ട്രൈപോഡ് ഉണ്ടല്ലോ, ആ സംഭവം കോൺസേർട്ടിന്റെ വെന്യൂല് മിസ്സായി പോയിട്ടുണ്ട്, അവിടെ മറന്നിട്ട് പോകുന്നു, ഇനി അവിടെ ഞാൻ പോകില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആള് കരയുന്ന പോലെ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു ആർമി ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഭക്ഷണം ഞാൻ കഴിച്ചു, സ്റ്റേക്കാണ് കഴിച്ചതെന്ന് പറയുന്നുണ്ട്. സ്റ്റേക്ക് കഴിച്ചു. പിന്നെ അതേപോലെ തന്നെ ഹോബിയേട്ടന്റെ കൂടെയാണ് കഴിച്ചത്. പിന്നെ റൂമിൽ വന്നു. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഷൂട്ട് ചെയ്തു, ഇതൊക്കെ ചെയ്തു, എഡിറ്റ് ഒക്കെ ചെയ്തു, പിന്നെ പോസ്റ്റ് ചെയ്തു. അതേപോലെ തന്നെ പിന്നെ കുറച്ച് ബിയർ കുടിച്ചു, ചോറും കിടന്നു. പിന്നെ എണീറ്റു, പിന്നെയും ബിയർ കുടിച്ചു. പിന്നെ ഞാനിങ്ങനെ പിന്നെയും ഇതാക്കണം
എടുക്കണമെന്ന് വിചാരിച്ചപ്പോഴാണ് പിന്നെ ലൈവ് വന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആളൊരു നൈറ്റ് ഔളാണെന്ന് പറയുന്നുണ്ട്. എവിടെ പോയാലും എനിക്ക് അവിടുത്തെ ഒരു ടൈം സോൺ ആയിട്ട് വല്ലാതെ മാച്ച് ചെയ്യാൻ കഴിയില്ല, ഉറക്കം ഉണ്ടാവില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഐപാഡും ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് പിന്നെ ആർമി ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറയുമ്പോൾ ഒരു ആർമി അങ്ങനെ പറയുമ്പോൾ ജങ്കുക്ക് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് കൊറിയൻ പഠിച്ചുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു ലെസൺ എടുക്കണതിന്റെ ഒരു സംഭവം കാണിച്ചു തരുന്നുണ്ട് ഐപാഡിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് താൻ വീണ്ടും ബൗളിംഗ് ചെയ്യാൻ തുടങ്ങിയ കാര്യം പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു സോസേജിന്റെ ഒരു ബോക്സ് എടുത്തോടുന്നത് താൻ വാങ്ങിച്ചതാണ്, അപ്പോൾ ബിയറിന്റെ കൂടെ നല്ല ഇതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അത് എടുക്കുന്നുണ്ട്. പിന്നെ ജങ്കുക്ക് ഒരു ഐ ലവ് യു പറഞ്ഞിട്ട് ഒരു പാട്ടിന്റെ ലിറിക്സ് ഇങ്ങനെ ഇടയ്ക്ക് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് അത് പറയുന്നത് അതൊരു ഫേമസ് ആയിട്ടുള്ള, അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞാൽ എനിക്ക് തോന്നിയത് അതൊരു ഫേമസ് ആയിട്ടുള്ള സോങ് ആയിരുന്നു. അതായത് അതൊരു പാടിയാലും ഭയങ്കര ഫേമസ് ആയിരുന്നു, പക്ഷേ അയാൾ ഇപ്പോഴത്തെ അയാൾ മരിച്ചുപോയി. അപ്പോൾ അതിന്റെ ഒരു ഇത് അപ്പോൾ സ്റ്റോറി ഞാൻ ഇപ്പോഴത്തെ കണ്ട് ഭയങ്കര സങ്കടം തോന്നി എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ തനിക്ക് ഇതേപോലെ ചില സ്ഥലങ്ങളിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ചില പാട്ടുകളൊക്കെ പാടണം എന്നുള്ള അങ്ങനെ ആഗ്രഹം ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം എന്താ പറയാൻ വന്നിരുന്നു, എന്നിട്ട് അത് പറയാതെ നിൽക്കുന്നുണ്ട്. പിന്നെ കുറച്ചായിട്ട് വീണ്ടും ഞാനപ്പോൾ പറയാൻ വിചാരിച്ച എന്താണെന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞ ഒരു സിംഗറില്ല, അയാളുമായിട്ട് ഈ കോർട്ടിസ്റ്റ് കൊന്നൂന് ഭയങ്കരമായിട്ട് ഒരു ചായ ഉണ്ട്, മൊക്കെ ഷേപ്പ് ഉണ്ട്, ഓരോ കാണാൻ നല്ല ഭംഗിയുണ്ട്, അങ്ങനൊരു സംഭവമായിട്ട് പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ ഓരോന്നിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരാളും ബൈക്ക് ഓടിക്കുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ജങ്കു പറയുന്നുണ്ട് ബൈക്ക് ഓടിക്കുമ്പോൾ എന്തൊക്കെയാണ് അത് സേഫ്റ്റി ആയിട്ട് ചെയ്യൽ വയ്ക്കുമ്പോൾ അതിന് ഓരോരോ പ്രൊട്ടക്ടേഴ്സും സാധനങ്ങളൊക്കെ മുട്ടിൽ ഹിപ്പിന്റെ അവിടെ അങ്ങനെയൊക്കെ വയ്ക്കുന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് ആ ബൈക്ക് ഓടിക്കുന്ന കുറച്ച് ഡേഞ്ചറസ് ആണ്, ആരും ബൈക്ക് ഓടിക്കണമെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആർമി ഹെയർ ഡൈ ചെയ്യാൻ പറയുമ്പോൾ ജങ്കു പറയുന്നുണ്ട് ഞാൻ ഹെയർ ഇങ്ങനെ ഡൈ ചെയ്യണില്ല, അതായത് ഹെയർ ഡൈ ചെയ്യണ എനിക്ക് ചേരൂല, അത് പിന്നെ ഞാൻ ചെയ്യണില്ല, ഹെയർ ഇങ്ങനെ കട്ട് ചെയ്യുക അല്ലെങ്കിൽ നീട്ടുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുള്ളൂ, എന്നാലും ഹെയർ ഞാൻ ഡൈ ചെയ്യണില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ ഒരാൾ ചെയ്യുന്ന ബീറ്റ് ബോക്സ് വീഡിയോ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അത് കണ്ടിട്ട് അതേപോലെ തന്നെ ആർമീസിനെ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സംഭവം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ലൈവ് കട്ടായി പോകണ്ട. എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ ഒരു ഇന്റർനെറ്റിന്റെ കണക്ഷൻ പ്രശ്നം പറഞ്ഞിരുന്നു കേട്ടോ, വൈഫൈന്റെ കണക്ഷൻ പ്രശ്നം ജങ്കുക്ക് ഇങ്ങനെ പറഞ്ഞിരുന്നു, അതുകൊണ്ടായിരിക്കും കട്ടായത്. ആ കട്ടായിട്ട് പുതിയ ലൈവ് ജങ്കുക്ക് ഓപ്പൺ ചെയ്യാണ് കേട്ടോ. ഇനി പുതിയ ഓണാക്കിയ ലൈവിൽ ജങ്കുക്ക് ആദ്യത്തെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ആളിപ്പോ കട്ടിലിന്റെ അവിടെയാണ് കേട്ടോ, ബെഡിന്റെ അവിടെ നിൽക്കണം, അവിടെയാണ് അത് സംഭവം സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് ക്യാമറ. അങ്ങനെ അവിടെ ഇരിക്കാൻ സെറ്റപ്പ് ഒരു കസാര കൊണ്ടിടുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു പാട്ട് ഇടുന്നുണ്ട്, എന്നിട്ട് ഭയങ്കരമായിട്ട് ഡാൻസ് കളിച്ചിട്ട് ബീറും കുറിച്ച് ഡാൻസും കളിച്ച് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഇങ്ങനെ നോക്കുമ്പോൾ അത് സ്പൈഡർമാന്റെ വീഡിയോ കാണുന്നത്. അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് സ്പൈഡർമാൻ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അയൺമാനും ഇഷ്ടമാണ്, പക്ഷെ അതിനേക്കാൾ ഇഷ്ടം സ്പൈഡർമാൻ ആണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ അവിടെ പാട്ടിടുന്നുണ്ട്, ഡാൻസ് കളിക്കുന്നുണ്ട്, നല്ല എൻജോയ്മെന്റ് ആയിരുന്നു കേട്ടുള്ള കാര്യം പറയാലോ. ഇതിന്റെ ഇടയ്ക്ക് ഒരു ആർമി അവിടെ സമയം ചോദിക്കുമ്പോൾ അവിടെ രാവിലെ 7 മണിയാണ്, പക്ഷെ ജങ്കുക്ക് ഇതുവരെ ഉറങ്ങിയിട്ടില്ല. ഇന്നലെയൊക്കെ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അങ്ങനെ ഉറക്കം വരില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ തനിക്കൊന്നും കൂടെ ഈ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ തന്റെ പെർഫോമൻസ് ഡാൻസിന്റെ കാര്യത്തിൽ ഒന്നും കൂടി ഫോക്കസ് ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതായത് പാട്ടിന്റെ കാര്യത്തിൽ ആൾ ഓക്കെയാണ്, പക്ഷെ ഡാൻസിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ തനിക്ക് വിചാരിക്കുന്ന പോലെ ഓരോന്നും ചെയ്യാനുള്ള ഇതില്ല. അപ്പോൾ ഫ്രീ സ്റ്റൈൽ കുറച്ചും കൂടെ കൊറിയയിൽ പോയിട്ട് പഠിക്കണം എന്നുള്ള കാര്യം പറയുന്നത്. ഹോബിയേട്ടനായാലും ജിംനേട്ടനായാലും അവരൊന്നും വലിയ കുഴപ്പമില്ല, പക്ഷെ എനിക്കെന്തോ ആ ഒരു ഫ്രീ സ്റ്റൈലിന്റെ സംഭവം വരുന്നില്ല, അപ്പോൾ ഒന്ന് ശരിയാക്കണം. ടൈമും പെട്ടെന്ന് പോവാണ്, ഇതും പെട്ടെന്ന് പോവാണ്, അപ്പോൾ ലൈഫിന്റെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യണം എന്നുള്ള ഒരു സംഭവം പറയുന്നുണ്ട്. പിന്നെ സത്യം പറഞ്ഞാൽ ലൈവിൽ മൊത്തം ആൾ അടങ്ങിയിരുന്നിട്ടില്ല കേട്ടോ, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇതാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഇടയിൽ കൂടെ സോളോ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ സോളോ ആൽബം റിലീസ് ചെയ്യുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഏത് ടൈപ്പാണ്, ഞാനിപ്പോൾ എന്തായാലും സോളോ റിലീസ് ചെയ്യേണ്ടി വരില്ല, ഞാനിപ്പോൾ എങ്ങനത്തെയാണ് ചൂസ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ ആളിരുന്ന് പറയുന്നുണ്ട്. പിന്നെ ആൾ കുളിക്കാത്തതിനെ കുറിച്ച് ആളിനെ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എപ്പോഴാണ് കുളിക്കുക എന്നുള്ള കാര്യം പറയുന്നുണ്ട്. കാരണം ഇതിപ്പോൾ പിറ്റേ ദിവസം ആയല്ലോ, തലേ ദിവസമാണ് കോൺസെർട്ട് കഴിഞ്ഞ് വന്നത്, അപ്പോൾ ആ ഒരു കാര്യം പറയുന്നുണ്ട്. പിന്നെ ഇന്ന് എന്താ ചെയ്യേണ്ടത് എന്നുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയേണ്ടിയിരുന്നു കേട്ടോ. പിന്നെ ഇതിന്റെ ഇടയ്ക്കൊക്കെ ഐപാഡിൽ വീഡിയോസ് കാണണം, വീഡിയോസ് പ്ലേ ചെയ്ത് പാട്ട് പ്ലേ ചെയ്ത് ഡാൻസ് ചെയ്യണം, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിന്റെ ഇടയ്ക്ക് ജങ്കുക്ക് ഇതേപോലെ തന്നെ ഉറങ്ങാത്തോണ്ട് തന്നെ ആർമീസ് ഉറങ്ങാൻ പോയിക്കൊണ്ട് വേഗം എന്നുള്ള കാര്യം പറയേണ്ടത്, അതായത് കൺസേൺ ആയിട്ട് പറയാണ് ഞാൻ ഉറങ്ങാതിരിക്കണം കണ്ടിട്ടോ. ജങ്കുക്ക് പറയുന്നുണ്ട് എന്താ വെച്ചാൽ ഞാൻ ഉറങ്ങാൻ പോകണോ പോകണ്ടേ എന്നുള്ളത് പറയല്ലേ, കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ പോകണമെന്ന് വെച്ചാലും പോയിട്ട് കാര്യമില്ല, ഞാൻ ഉറങ്ങൂല, അത് എൻ്റെ ഒരു ശീലം അങ്ങനെ ആയിപ്പോയി, ഞാൻ അത്രയും ഉറക്കം വരാത്തപ്പോൾ ഞാൻ ചിലപ്പോൾ മെഡിസിനൊക്കെ എടുത്തിട്ടാണ് ഉറങ്ങാറുള്ളത്, അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ പറയണ്ട, എനിക്ക് നിങ്ങൾ എന്നെ കെയർ ചെയ്തിട്ടാണ് പറയണമെന്ന് അറിയാം, എന്നാലും എനിക്ക് ഉറക്കം വരുന്നില്ല, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ തന്നെയാണ്, അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നിങ്ങൾ ടെൻഷൻ അടിക്കണം എന്നുള്ള പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ജങ്കുക്ക് ഒരു സ്വിമ്മിൻ്റെ പിയാനോ വെർഷൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ഡൗട്ട് ആർമീസിനോട് ചോദിക്കുന്നുണ്ട്, അതായത് ഇപ്പോൾ താൻ പെർഫോം ചെയ്ത പാട്ടുകൾ ഇപ്പോൾ ഈ 7 പാടണം അങ്ങനെയുള്ള റിക്വസ്റ്റുകൾ കാര്യങ്ങൾ, അപ്പോൾ അതന്നെ ഇങ്ങനെ ഓരോ ലൈവിൽ റിപ്പീറ്റഡ് ആയിട്ട് പാടി നിങ്ങൾക്ക് മടുക്കൂലേ എന്നുള്ള അങ്ങനത്തെ ഒരു ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആർമീസ് ഇല്ല ബോറിംഗ് ആവില്ല പാടിക്കൊണ്ടു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ ജങ്കുക്ക് അതേപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് താൻ അധികം ഇപ്പോൾ പാട്ടുകൾ അങ്ങനെ കേൾക്കാറില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതായത് ഈ K-pop സംഭവങ്ങൾ അങ്ങനെ കേൾക്കും, അല്ലാതെ പുറത്തുള്ള പാട്ടുകൾ അങ്ങനെ വീഡിയോസ് അങ്ങനെ കാണാറില്ല, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഡാൻസും കാര്യങ്ങളൊന്നും പെട്ടെന്ന് കിട്ടാത്ത അങ്ങനത്തെ സംഭവം പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ ഇൻടു ദി സൺ പാടുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ഒരു പിയാനോ വെർഷൻ പോലെ. പിന്നെ പോയിട്ട് ഒരു ബിയർ എടുത്ത് കൊടുത്തിട്ട് അത് തുറക്കാനുള്ള സാധനം കേട്ടോ, അപ്പോൾ അവൾ ഐഫോണാണല്ലോ ജങ്കുക്കിനെ കിടക്കുന്നത്, അത് എടുത്തിട്ട് ആ ഒരു സംഭവം തുറക്കുന്നുണ്ട്, ബിയറിൻ്റെ ക്യാപ്പ്, എന്നിട്ട് സോറിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആൾ തുറന്നിട്ട്. പിന്നെ അതേപോലെ തന്നെ പറയുന്നുണ്ട് 12 ഇനി ഈ ഒരു ഇത് ലാസ്റ്റ് ബിയറാണ്, ഇതും കൂടി കുടിച്ചിട്ട് ഞാൻ കുളിക്കാൻ പോകണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ ചെയ്ത് പിന്നെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഇത് കട്ടാവുണ്ട് കേട്ടോ ലൈവ്, അവിടുത്തെ ഒരു വൈഫൈൻ്റെ പ്രശ്നം കൊണ്ട്. എന്നിട്ട് വീണ്ടും ജങ്കുക്ക്
ജങ്കുക്ക് വീണ്ടും ലൈവ് ഓൺ ആക്കുന്നുണ്ട്. ഈ ഒരു ലൈവിലും ജങ്കുക്ക് ഇതുപോലെ തന്നെ പാട്ടുകൾ പാടുന്നുണ്ട്. പിന്നെ ആൾക്ക് സൗണ്ട് കുറെ ഇങ്ങനെ പാടിയും കൊണ്ട് ഇതായും കൊണ്ടൊക്കെ സൗണ്ട് ഇങ്ങനെ വരുന്നില്ല, ഹൈ പിച്ചിൽ വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഓരോരോ കവറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി പാട്ടുകളുടെ ഇടയിൽ കൂടെ വേറെ വീഡിയോസ് കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഇടയിൽ തലേ ദിവസം അവർ പോയ ഒരു ലൈവിൽ ജങ്കുക്ക് വന്നപ്പോൾ ചോദിച്ചാൽ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ബാലൻസ് ഗെയിമിന്റെ, ആ ഒരു സംഭവം കണ്ടിട്ട് വീണ്ടും ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ജങ്കുക്കിന്റെ സീക്കന്റെ വീഡിയോ കാണുന്നുണ്ട്. അതേപോലെ ആ ഒരു സീക്കാൻ ജേക്കന്റെ ഇവന്റിന് മിങ്കു വന്നത് ഒരു അൺഎക്സ്പെക്ടഡ് ആയെങ്കിൽ പോലും അത് നല്ലൊരു കറേജ് എനിക്ക് തന്നു എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഒരു ഇവന്റ് ഫാഷൻ ഇവന്റ് സംഭവമൊക്കെ പോകുമ്പോൾ തെയോങ് ആയാലും ഹോബിയോങ് ആയാലും ബാക്കിയുള്ള ആരായാലും അവർക്കൊക്കെ വലിയ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു ഓക്വാർഡാണ്, എനിക്ക് ഭയങ്കര ഒരു എന്തോ പോലെയാണ് തോന്നുക. ഞാൻ അങ്ങനെ കംഫർട്ടബിൾ അല്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ആൾക്കാരായിട്ട് കൈ കോണ്ടാക്ട് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അവരായിട്ട് സംസാരിക്കാനൊന്നും ഞാൻ തയ്യാറാവാറില്ല. എനിക്ക് ഭയങ്കര ഒരു ചടപ്പുള്ളൊരു സംഭവമാണ്. ഈ ഒരു ഐ കോണ്ടാക്ടിന്റെ കാര്യം തന്നെയാണെങ്കിൽ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഒരൊറ്റ നോട്ടം, അവൻ്റെ എയിം എവിടെയാണ് അവിടേക്ക് നോക്കി ഒരൊറ്റ പോക്ക്, അങ്ങനത്തെ ഒരു ടൈപ്പ് ആളാണ് ഞാൻ. എന്നാലും എനിക്കത് പോവാൻ ഇഷ്ടമല്ല, പറ്റൂല എന്ന് വെച്ചിട്ട് എനിക്ക് പോകാൻ പറ്റാത്ത നിൽക്കുന്ന ഒരു ഇതല്ല, എനിക്ക് പോവണം. അപ്പോൾ പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു ഇതാണെന്നുള്ളത് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ജങ്കുക്ക് ആർമീസിനോട് ഞാൻ ഇനി എന്ത് ചലഞ്ചാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ചോദിക്കുന്നത്. അത് ഡാൻസ് ചലഞ്ചിന്റെ കാര്യമാണ്. അപ്പോൾ പിന്നെ പറയുന്നുണ്ട് ഞാൻ ഇൻസ്റ്റയിൽ നാളെ ക്വസ്റ്റ്യൻ Q&A ആയിട്ട് അങ്ങനെ ഏത് ചലഞ്ച് ചെയ്യേണ്ട ആൻസർ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ അപ്പോൾ അതിൽ ഏത് ചലഞ്ചാണ് നല്ലത് നോക്കിയിട്ട് ഞാൻ ചെയ്യാന്നുള്ള കാര്യം പറയും. പിന്നെ അതിന്റെ ഇടയിൽ ഈ ഐപാഡ് ജങ്കുക്കിന്റെ മടിയിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു സംഭവം ഇങ്ങനെ കാലിന്റെ അവിടെ വെക്കുമ്പോൾ ആള് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. പക്ഷെ ഈ കുറച്ച് ഭയങ്കര മാൻലി ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ കാലൊക്കെ വിടർത്തിയിട്ടാണല്ലോ ഇരിക്കുക. അപ്പൊ ആൾ അങ്ങനെയല്ലേ ഇരിക്കുന്നത്. പക്ഷെ ആൾ പറയുന്നുണ്ട് ഞാൻ അങ്ങനെയല്ലേ ഇരിക്കുന്നത്, പക്ഷെ എനിക്ക് കംഫർട്ടബിൾ ഇങ്ങനെയാണ്, എന്നാലും ഞാൻ കുറച്ച് മാൻലി ആയിട്ട് ഇരിക്കുന്നത്. എന്നിട്ട് ആ ഒരു ടൈപ്പിൽ ഇങ്ങനെ കാല് വിടർത്തേക്ക് ഇരിക്കുന്നുണ്ട്. പിന്നെ ആൾ വീണ്ടും ഇതേപോലെ തന്നെ കാല് കൂട്ടിയിരിക്കുകയാണ്. ആൾക്ക് അതാണ് കംഫർട്ടബിൾ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതേപോലെ തന്നെ ഇതിന്റെ ഇടയ്ക്ക് കാലിൽ ഈ ഒരു മടിയിൽ ഇത് വെച്ച് ഇരിക്കുമ്പോൾ ഫ്രണ്ടിലുള്ള ചെസ്റ്റിന്റെ ഒരു ഭാഗം ഒന്നും അങ്ങനെ കാണൂലല്ലോ ഈ ഒരു ഐപാഡ് കാൽ വെച്ചിരിക്കുമ്പോൾ. അപ്പൊ ആൾ ആ ഒരു പാൻറ്റൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു ഐപാഡ് ഞാൻ ഫ്രണ്ടിൽ വെച്ച ഭയങ്കര പ്രശ്നമായിട്ടുണ്ടാവില്ല ഇത് കാണാത്തതുകൊണ്ട് എന്നുള്ള കളിയാക്കിയിട്ട് ആ ഒരു ഷർട്ട് ഇങ്ങനെ പൊക്കിയിട്ടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ആളെ എണീറ്റിട്ട് ആ ഒരു കസേരയും കൊണ്ട് അങ്ങനെ പോയിട്ട് കസേര സൈഡിൽ വെച്ചിട്ട് വീണ്ടും വന്നിട്ട് ഇങ്ങനെ സ്ക്രീനിക്കൊക്കെ നോക്കിയിട്ട് പിന്നെ പോയിട്ട് ആ ഒരു ക്ലോസറ്റ് ബാക്കിലുണ്ടായിരുന്ന അലമാരേൻ്റെ ക്ലോസറ്റിൽ കയറിയിട്ട് അത് അടച്ചിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ തുറന്നിട്ട് പിന്നെ അത് അടച്ചിരുന്നിട്ട് അങ്ങനെ പിന്നെ വന്നിട്ട് സൺറൈസ് ആയി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലൈറ്റ് ഓഫ് ആക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അവിടെ വെളിച്ചം വന്നിട്ടുണ്ട്. നാളെ ഒരു ബിയറും കൂടെ കഴിച്ചിട്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിച്ചിട്ട് കിടന്നുറങ്ങാന്നുള്ള കാര്യം പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വിശക്കുണ്ട്. പിന്നെ ഒന്ന് വാഷ് ചെയ്യും വേണം. പിന്നെ അതേപോലെ തന്നെ ആളതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു കുറേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ ലൈവ് ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് വാങ്ങിക്കണം. അതിൻ്റെ അടുത്ത് അതിൻ്റെ ഒരു സംഭവങ്ങളില്ല. പിന്നെ അതിൻ്റെ സെറ്റിംഗ്സിനെ കുറിച്ചൊക്കെ അറിയണവരുണ്ടെങ്കിൽ ഒന്ന് പറയും, എനിക്ക് അങ്ങനെ അറിയണവരില്ല എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ. വീണ്ടും ജങ്കുക്ക് ഇതേപോലെ തന്നെ തന്നോട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറഞ്ഞിട്ട് കുറേ കമന്റ് കണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആൾ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ അപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് കൊറിയനിൽ ട്രാൻസ്ലേറ്ററിൽ കൊറിയനിൽ പറഞ്ഞിട്ട് അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം പറഞ്ഞു കൊടുക്കേണ്ടത്. എങ്ങനെയെന്ന് വെച്ചാൽ എന്നോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറയേണ്ട, ഇൻസ്റ്റേഡ് നിങ്ങൾ കൊറിയൻ പഠിക്കണം, പിന്നെ ഞാൻ ഇംഗ്ലീഷ് എൻ്റെ ഒരു പേസിൽ ഞാൻ പഠിച്ച് പോയിക്കൊണ്ട് എന്നുള്ള ആ ഒരു കാര്യം ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ആർമീസിന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട്. അതേപോലെ പിന്നെ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം സ്പാനിഷ് പഠിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ല, പറ്റത്തെ ഞാൻ എന്താ ചെയ്യാന്നുള്ള കാര്യം ആർമീസിനോട് തന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഞാൻ കൊറിയനാണ്, ഞാൻ സംസാരിക്കുന്ന ലാംഗ്വേജ് തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പം എനിക്കിത് പാടാനും ബാക്കിയുള്ള ലാംഗ്വേജ് പാടാനും ഇതാക്കാനും ഒക്കെ തന്നെ ചെയ്യുന്നത് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ പിന്നെ ഒന്നും പറയല്ലേ, ഞാൻ എൻ്റെ ഒരു പേസിൽ പഠിച്ചുകൊണ്ടെങ്കിൽ പഠിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടല്ലേ ഞാനിപ്പോൾ അതിനോട് ടീച്ചറൊക്കെ വെച്ചിട്ട് അത് പഠിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കും അതൊരു ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട് ആള്. പിന്നെ ഇതേപോലെ തന്നെ ഓരോന്ന് പറഞ്ഞിട്ട് ഓരോന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഒന്നിന്റെ ആൻസർ ആയിട്ട് ആൾ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ വേണ്ട അല്ലെങ്കിൽ വേണ്ട, ഞാനിങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചിട്ട് നിങ്ങളെ മുന്നിൽ പറയാൻ മാത്രം ആകുമ്പോൾ മാത്രമേ ഞാൻ നിങ്ങളെ മുന്നിൽ ഇംഗ്ലീഷ് പറയുള്ളൂ, അതുവരെ ഞാൻ പാട്ട് മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ 2-3 വർഷം മുന്നത്തെ ഒരു ആഗ്രഹമായിരുന്നു, പക്ഷെ ഇപ്പോഴും നടന്നിട്ടില്ല. ലൈഫ് ഭയങ്കര ടഫാണെന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ജങ്കു കുറച്ച് കമന്റ്സ് വായിച്ചിട്ട് അതിന്റെ ആൻസർ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ ഒരു കമന്റിൽ ജങ്കുവിനോട് ആ ജാക്കറ്റ് അയക്കാൻ പറഞ്ഞിട്ട് ജങ്കുക്ക് പറ്റൂല എന്ന് പറയുന്നുണ്ട്. പിന്നെ കുറെ കമന്റ് ഒക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ കമന്റ് വായിക്കുന്നതിന്റെ ഇടയിൽ കൂടി ജങ്കുക്കിന്റെ ജാക്കറ്റ് അയക്കാൻ പറഞ്ഞിട്ട് കമന്റുകൾ കൂടുതലുണ്ട് തോന്നുന്നുണ്ട്. ആൾ പറയുന്നുണ്ട് ഇതെന്താ ഇങ്ങനെ കുറെ പെർവേർട്ടുകൾ ഇതിന്റെ ഇടയിൽ കൂടുതലാണല്ലോ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ ജങ്കുക്ക് ഇരുന്ന് കുറെ കമന്റ്സ് ഇങ്ങനെ വായിക്കുന്നുണ്ട്. കമന്റ്സ് വായിക്കുമ്പോൾ ജങ്കുക്ക് പറയുന്നുണ്ട് ഇത് ഇങ്ങനെ വായിച്ചാൽ കമന്റ്സിന്റെ ഒരു എൻഡിങ് അല്ല, അത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇതിന്റെ ആൻസർ പറയാന്ന് വെച്ചാൽ ഒന്ന് വായിച്ച് അപ്പം തന്നെ വേറെ ഒന്ന് വരുമ്പോൾ എനിക്കാകെ കൺഫ്യൂഷനായി പോവാണ്. അപ്പൊ അങ്ങനെയൊക്കെ പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ആളിഞ്ഞി ഉറങ്ങണം, ഇനിയിപ്പോൾ അതോ ഫുഡോ കഴിച്ചിട്ട് ഉറങ്ങണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ അവിടെ സമയം 9:30 എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഞാനും ഭയങ്കര സംഭവമാണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്തായാലും ഇനിയിപ്പോൾ ഇൻസ്റ്റയിലാണോ ടിക്ടോക്കിലാണോ കൂടെ കാണുക അറിയില്ല, എന്തായാലും കാണാന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ ഈ ഒരു ലൈവ് ഉണ്ടാക്കിയിട്ട് പോണത്. അപ്പൊ ഇതാണ് ഞാൻ ജങ്കുക്കിനെ 3 ലൈവ് കൂടി കണ്ടിട്ട് കൺക്ലൂഡ് ചെയ്ത കുറച്ച് സംഭവങ്ങൾ. ഇനി ഇത് മാത്രമല്ല കുറെ സംഭവങ്ങൾ അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ കുറെ പറയണും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഇങ്ങനെ മൈൻഡിൽ നിൽക്കുന്നുണ്ടെന്ന് തോന്നിയ കുറെ കാര്യങ്ങളാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സ്പ്ലനേഷനിൽ ഫുൾ ഉണ്ടെന്ന് വിചാരിക്കേണ്ട, ഞാൻ അത് അത്രയും ചുരുക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാലോ 3-4 മണിക്കൂറോളം വന്ന ഒരു ലൈവ് ഞാൻ ആകെ 10-15 മിനിറ്റോളം മാത്രം 10-15 മിനിറ്റിൽ 10 മിനിറ്റോളം തന്നെ ആയിരിക്കും ആ ഒരു ലൈവ് 3 ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എന്തായാലും ഇതൊക്കെയായിരുന്നു ജങ്കുക്കിന്റെ ലൈവിൽ നിന്ന് എനിക്ക് കിട്ടിയ കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ എക്സ്പ്ലനേഷൻ വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ അത് ഇത്ര ചുരുക്കിയിട്ട് പെട്ടെന്ന് പറഞ്ഞതാണ്. എന്തായാലും ഇനി നെക്സ്റ്റ് എന്തെങ്കിലും എക്സ്പ്ലനേഷനോ സംഭവങ്ങളൊക്കെ ആയിട്ട്